ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഒരു ഓഡിയോ ക്ലാസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആമുഖം. PSC ഉദ്യോഗാർത്ഥികൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി പഠിച്ചു വച്ചിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ആമുഖം. എങ്കിലും അത് റിവൈസ് ചെയ്ത് ഊട്ടിയുറപ്പിക്കുക എന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ റിവിഷൻ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ഓഡിയോ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പഠനത്തിൻ്റെ വിരസത അനുഭവിക്കുന്ന സമയങ്ങളിലോ യാത്ര ചെയ്യുന്ന സമയത്തോ വീട്ടമ്മമാരുടെ ജോലികൾക്കിടയിലൂടെയും ഒക്കെ ഈ ടോപ്പിക് നമുക്ക് റിവൈസ് ചെയ്ത് നമ്മുടെ സ്വന്തം ടോപ്പിക്കായി മാറ്റിവെക്കാവുന്നതാണ്. കടന്നാലോ നമുക്ക് വീഡിയോയിലേക്ക്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ PSC പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കും ഈ വീഡിയോയും ചാനലും ഒക്കെ ഒന്ന് എത്തിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായ ആമുഖം അമേരിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശമായി കണക്കാക്കുന്നത് ആമുഖത്തെയാണ്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നും ആമുഖം അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നെല്ലാം അറിയപ്പെടുന്നത് ആമുഖമാണ്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിദാനം ചെയ്യുന്നത്. ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. കാവ്യാത്മകമായ ശൈലിയിൽ എഴുതി തയ്യാറാക്കിയ ആമുഖം ജവഹർലാൽ നെഹ്റു എന്തു ചെയ്തു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു. എന്നാണ്? 1946 ഡിസംബർ 13. ഈ ഡേറ്റുകളൊക്കെ അറിയാമോ? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്ന ഡേറ്റുകളെല്ലാം നമുക്ക് ആ ഡേറ്റുകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്നു. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. 1946 ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. അടുത്തതെന്താ? 46 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതേ ഉള്ളൂ. ഡിസംബർ 9 ഈ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. 1946 ഡിസംബർ 11 ഒരു സ്ഥിരാധ്യക്ഷൻ വന്നു. ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരാധ്യക്ഷൻ. 1946 ഡിസംബർ 13 നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ്. 1947 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും ഡേറ്റുകൾ? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ ആമുഖം തയ്യാറാക്കപ്പെട്ടത്. ആമുഖത്തെ സംബന്ധിച്ച് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം ഇതാണ്: ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 42ാം ഭേദഗതി 1976. എന്നാൽ ഈ ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3 ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. രാഷ്ട്രപതിയോ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? 3 വാക്കുകളാണ്. സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ്, മതേതരത്വം അഥവാ സെക്കുലർ, അഖണ്ഡത അഥവാ ഇൻ്റഗ്രിറ്റി. അതിനു മുന്നേ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ആമുഖത്തിൽ ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടതിന് ശേഷം ആമുഖപ്രകാരം ഇന്ത്യ അറിയപ്പെടുന്നത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ആമുഖപ്രകാരം ഇന്ത്യ അറിയപ്പെടുന്നത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്താണെന്നോ ആമുഖ പ്രകാരം നമ്മുടെ ഇന്ത്യ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നോ ചോദിച്ചാൽ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഒരു പാട്ടിൻ്റെ ഈണം പോലെ നമ്മളതങ്ങ് പഠിച്ചു വയ്ക്കാം. ഇംഗ്ലീഷിലും പഠിക്കണം കേട്ടോ. ആ ഓർഡർ എല്ലാം എക്സാമിന് ചോദിക്കുന്നുണ്ട്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി ഏതാണെന്ന് മറ്റൊരു ചോദ്യമായിരുന്നു. 1949 നവംബർ 26. 1949 നവംബർ 26. നമ്മുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്?
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് ആരംഭിക്കുന്നത്. ഈ സെയിം പേരിൽ തന്നെ ഒരു പുസ്തകമുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന്. ആരാണ് എഴുതിയത്? നാനി അർദേശിൽ പൽക്കിവാല അഥവാ എൻ.എ. പൽക്കിവാലയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്. ആമുഖ പേജ് തയ്യാറാക്കിയത് ആരാണെന്നൊരു ചോദ്യമുണ്ട്. റാം മനോഹർ സിൻഹ. ആമുഖ പേജ് തയ്യാറാക്കിയത് റാം മനോഹർ സിൻഹ. ഇനി ചോദ്യം, ഇതിൻ്റെ കവർ പേജ് ഭംഗിയാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസ് എന്ന് വേണം പറയാൻ. നന്ദലാൽ ബോസ്. ആമുഖത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയതോ? പ്രേം ബിഹാരി റൈസാദ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എന്ന ആമുഖത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം എന്ന ആമുഖത്തിൽ പ്രതിപാദിക്കുന്നു. ഇതിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതാണ് യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്നറിയപ്പെടുന്നത്. ഇതിൽ സാഹോദര്യം എന്ന വാക്ക് നമ്മളുടെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ ഈ ആശയങ്ങളൊക്കെ കടമെടുത്തിട്ടുള്ളത്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന വാക്കുകൾ. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം. ഓക്കെ. ഇനി ജസ്റ്റിസ് അഥവാ നീതി എന്ന ആശയം എവിടെ നിന്നാണ്? അത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ആശയമാണ്. 3 തരത്തിലുള്ള നീതിയെക്കുറിച്ചാണ്, അല്ലെ 3 ടൈപ്പ് ഓഫ് ജസ്റ്റിസിനെ കുറിച്ചാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്, ആമുഖത്തിൽ പറയുന്നത്. സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ചാണ്. ഓക്കെ. ഇനി ഈ ആമുഖം ഉൾക്കൊള്ളിച്ച ആദ്യ ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അത് ആരംഭിക്കുന്ന വി ദ പീപ്പിൾ ഓഫ് അമേരിക്ക എന്നാണ്. ആമുഖം ഉൾക്കൊള്ളിച്ച ആദ്യ ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. വി ദ പീപ്പിൾ ഓഫ് അമേരിക്ക എന്നാണത് ആരംഭിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആമുഖവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് കേസാണ് ബെർബറി കേസ്. ബെർബറി കേസ് 1960 ആ കേസാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് ഈ ബെർബറി കേസ് പറയുന്നത്. എങ്ങനെയാണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് ബെർബറി കേസ് പറയുന്നു. വെറുതെ ഒരു കേസായിരുന്നു ഈ ബെർബറി കേസ് എന്ന് ആലോചിക്കുക. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. ഇനി കേശവാനന്ദ ഭാരതി കേസുണ്ട് 1973. ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ 1973 കേശവാനന്ദ ഭാരതി കേസ്. ഞാൻ ഇത് ജസ്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കുന്ന കേശം എന്ന് പറഞ്ഞാൽ മുടി എന്നാണല്ലോ. അപ്പോൾ കേശം 3 നമ്മളിങ്ങനെ മെടഞ്ഞൊക്കെ ഇടുമല്ലോ, 3 സൈഡിലേക്ക് മെടഞ്ഞിട്ടു എന്ന് ആലോചിക്കാം. അപ്പം 1973 കേശവാനന്ദ ഭാരതി കേസ്. കേശം 3 എന്ന രീതിയിൽ 1973 13 അംഗ ബെഞ്ചാണ് ഈ ഒരു കേസിൻ്റെ വിധി പ്രസ്താവിച്ചത്. എന്തായിരുന്നു അവരുടെ വിധി? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ കേസ് കേശവാനന്ദ ഭാരതി കേസാണ്. അതുകൂടാതെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്നുകൂടി ഈ കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയാണ്. അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചർ മാറ്റി നിർത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 368 പ്രകാരം നമ്മുടെ പാർലമെന്റിന് കുറേ ഭേദഗതികളൊക്കെ വരുത്താം. പക്ഷേ ബേസിക് സ്ട്രക്ചറിൽ തൊട്ട് കളിക്കാനായിട്ട് പാടില്ല. കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധി ഇപ്രകാരമാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്നതാണ് ഈ കേസിൻ്റെ വിധി. ഇനി മറ്റൊരു കേസുണ്ട്. അത് 1995 LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നൊരു കേസ്. ഈ കേസിൻ്റെ വിധി ഇങ്ങനെയാണ്. പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയാണ് LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൻ്റെ വിധി ഇങ്ങനെയായിരുന്നു. പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശേഷണങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നൊക്കെ അറിയപ്പെടുന്നത് ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, ആത്മാവ്, സാരാംശം, തത്വം എന്നെല്ലാം അറിയപ്പെടുന്നത് ആമുഖമാണ്. ഇനി നോക്കൂ, ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. അതുപോലെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാല. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് ഭാർഗവാണ്. താക്കൂർ ദാസ് ഭാർഗവ് എങ്ങനെ വിശേഷിപ്പിച്ചു?
ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഒരു ചോദ്യം, ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു. അതാര് വിശേഷിപ്പിച്ചു? ഡോക്ടർ BR അംബേദ്കർ. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ. എന്നാൽ ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചതാരാ? ഏണസ്റ്റ് ബാർക്കറാണ് ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത്. നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഫാക്റ്റാണ്, ഒന്ന് ശ്രദ്ധിക്കണം. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് ആമുഖം വേണം എന്ന ആദ്യമായി ആവശ്യം ഉന്നയിച്ച വ്യക്തിയാണ് BN റാവു. ഇനി ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞത് ആരാ? അത് MN റോയി ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് പറഞ്ഞത് MN റോയി. ഇനിയില്ലേ, ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതാരാ? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ? ആമുഖത്തിന്റെ ശില്പിയായ ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയ്ക്ക് ആമുഖം വേണം എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചത് BN റാവു ആണ്. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം കൊണ്ടുവന്നത് MN റോയി ആണ്. ഇനി നമുക്ക് കുറച്ച് PYQ നോക്കാം. ആമുഖവുമായി ബന്ധപ്പെട്ട PYQs. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. എന്തുവാ ഈ ഡാഷിൽ എഴുതേണ്ടത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ഇനി PYQയിൽ തന്നെ വന്നിട്ടുള്ള, ഈ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്കൂൾ അസംബ്ലികളിൽ ആമുഖം വായിക്കാൻ തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? സ്കൂൾ അസംബ്ലികളിൽ ആമുഖം വായിക്കാൻ തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം കേരളമാണ്. അതുപോലെ പാഠപുസ്തകങ്ങളിൽ ആമുഖം ഉൾക്കൊള്ളിച്ച ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ്. പാഠപുസ്തകങ്ങൾ നമ്മൾ തുറക്കുമ്പോൾ കാണാറില്ലേ, ആമുഖമുണ്ട് അല്ലേ? റീസെൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസിൽ SCERT പുസ്തകങ്ങളിലൊക്കെ എന്തുണ്ട്? ആമുഖമുണ്ട്. അപ്പോൾ പാഠപുസ്തകങ്ങളിൽ ആമുഖം ഉൾക്കൊള്ളിച്ച ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ്. ഇനി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്ന് വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം ആരാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. CPOയുടെ ക്വസ്റ്റ്യനാ. ആരാ? മുകുന്ദ് റാം റാവു ജയകർ ആണ് ഈ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്നൊക്കെ വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം ആരാണ്? മുകുന്ദ് റാവു ജയകർ. നമ്മളുടെ ഭരണഘടനയിൽ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന ആമുഖം തുടങ്ങണം എന്ന നിർദ്ദേശം വെച്ച ആളാണ് HV കാമത്ത്. ക്ലിയർ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ ഭരണഘടനയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഏക തീയതി എന്ന ചോദ്യം വന്നിട്ടുണ്ട്. ഏതാ? 1949 നവംബർ 26 എന്ന ചോദ്യം. അതുപോലെ തന്നെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു, ആ ഭേദഗതി ഏതാണ്, കൂട്ടിച്ചേർത്ത വാക്കുകൾ, ഇതെല്ലാം വന്നിട്ടുണ്ട്. ആമുഖത്തിൻ്റെ കവർ പേജ് തയ്യാറാക്കിയ നന്ദലാൽ ബോസ് ഈ ചോദ്യങ്ങളെല്ലാം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് റിവൈസ് ചെയ്ത് നമ്മുടെ സ്വന്തം ടോപ്പിക്കാക്കി മാറ്റി വയ്ക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പറഞ്ഞത് മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. അടുത്ത വരുന്ന ദിവസങ്ങളിലെല്ലാം നമുക്കിങ്ങനെ റിവിഷൻ വീഡിയോസ് എല്ലാം ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ്